ചന്ദ്രന്റെ നിഴലിൽ പൂർണ്ണമായും മറയുന്ന സൂര്യൻ ഓഗസ്റ്റ് 12-ന് എന്ത് സംഭവിക്കും? രണ്ട് നാസ ശാസ്ത്രജ്ഞർ ഇതിന്റെ പിന്നിലെ രഹസ്യം തേടി പുറപ്പെടുകയാണ്. 2026 ഓഗസ്റ്റ് 12-ന്, അതായത് അടുത്ത ദിവസം നാളെ, ഭൂമി ഒരു അപൂർവ പ്രതിഭാസത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുന്നു. ആകാശത്ത് സൂര്യൻ ചന്ദ്രന്റെ നിഴലിൽ പൂർണ്ണമായും മറയുന്ന പൂർണ്ണ സൂര്യഗ്രഹണം. എന്നാൽ ഈ കാഴ്ച ഭൂമിയിലുള്ളവർക്ക് മാക്സിമം കാണാൻ സാധിക്കുക 2 മിനിറ്റും 18 സെക്കൻഡും മാത്രം. ഈ സമയപരിധിയെ വെല്ലുവിളിച്ചുകൊണ്ട് ആകാശത്ത് അസാധാരണമായ ഒരു നിഴൽ വേട്ട തന്നെയാണ് നടക്കാൻ പോകുന്നത് എന്ന് പറയാം. രണ്ട് നാസ ശാസ്ത്രജ്ഞർ ഐസ്ലാൻഡിലെ കെഫ്ലാവിക് വിമാനത്താവളത്തിൽ നിന്ന് പ്രത്യേക ഗവേഷണ വിമാനത്തിൽ പുറപ്പെടും. വടക്കോട്ട് ഗ്രീൻലാൻഡിലേക്കും തുടർന്ന് ഐസ്ലാൻഡിക് തീരത്ത് നിന്ന് 64 കിലോമീറ്റർ അകലെയുള്ള വളഞ്ഞ പാതയിലൂടെ തെക്കോട്ടും പറക്കും. ഗ്രഹണ സമയത്ത് പഠനത്തിനായി അധികമായി ലഭിക്കുന്ന ഓരോ സെക്കൻഡും ശാസ്ത്രലോകത്തിന് സമ്മാനിക്കുക അപൂർവവും നിർണായകവുമായ ഡാറ്റയാണ്. അതിനാൽ തന്നെ ചന്ദ്രന്റെ നിഴലിന്റെ അതേ വേഗതയിൽ സഞ്ചരിച്ച് ഗ്രഹണത്തിന്റെ ദൈർഘ്യം കൂട്ടാനുള്ള ഈ നീക്കം ബഹിരാകാശ ഗവേഷണ രംഗത്തെ അതിനിർണായകമായ ചുവടുവയ്പ്പാണ്. ഈ ചരിത്രപരമായ ദൗത്യത്തിനായി നാസ ഉപയോഗിക്കുന്നത് പ്രത്യേക രൂപകൽപ്പന ചെയ്ത WB-57 എന്ന ഗവേഷണ വിമാനമാണ് എന്നാണ് അറിയുന്നത്. 50,000 അടി ഉയരത്തിൽ മണിക്കൂറിൽ 740 കിലോമീറ്റർ വേഗതയിൽ പറക്കുന്ന ഈ വിമാനം ചന്ദ്രന്റെ നിഴൽ പാതയെ തന്ത്രപരമായി പിന്തുടരും. താഴെ സമുദ്ര ഉപരിതലത്തിൽ മണിക്കൂറിൽ 3200 കിലോമീറ്ററിലധികം വേഗതയിൽ സഞ്ചരിക്കുന്ന ചന്ദ്രന്റെ ഇരുണ്ട നിഴൽ വിമാനത്തിന് പിന്നിൽ നിന്ന് അതിവേഗം കുതിച്ചെത്തും. ഭൂമിയിൽ സാധാരണ മനുഷ്യർക്ക് ലഭിക്കുന്ന 2 മിനിറ്റ് 18 സെക്കൻഡ് എന്ന സമയപരിധിയെ വിമാനത്തിന്റെ സഞ്ചാര വേഗത ഉപയോഗിച്ച് ഏകദേശം 3 മിനിറ്റ് വരെ നീട്ടിയെടുക്കാൻ നാസ ഗവേഷകർക്ക് സാധിക്കും. വായുമണ്ഡലത്തിലെ മേഘങ്ങൾക്കും പൊടിപടലങ്ങൾക്കും വളരെ മുകളിലൂടെ പറക്കുന്നതിനാൽ കാലാവസ്ഥ വ്യതിയാനങ്ങളൊന്നുമില്ലാതെ തികച്ചും വ്യക്തതയോടെ പൂർണ്ണ സൂര്യഗ്രഹണം തടസ്സങ്ങളില്ലാതെ നിരീക്ഷിക്കാൻ ഈ അന്തരീക്ഷ യാത്ര സൗകര്യമൊരുക്കും. എന്തായാലും അതിനൊരുങ്ങുകയാണ് രണ്ട് നാസ ശാസ്ത്രജ്ഞർ. 50,000 അടി മുകളിൽ വെച്ച് വിമാനത്തെ നിഴൽ വിഴുങ്ങുന്ന അപൂർവ നിമിഷത്തെക്കുറിച്ച് ഹൂസ്റ്റണിലെ നാസയുടെ ജോൺസൺ സ്പേസ് സെന്ററിലെ സെൻസർ ഉപകരണ ഓപ്പറേറ്ററായ കാരി ക്ലം വിശദീകരിക്കുന്നു. മുൻപ് ഇത്തരം ഗ്രഹണ ദൗത്യങ്ങൾ നടത്തിയിട്ടുള്ള ക്ലം പറഞ്ഞ അനുഭവങ്ങൾ ഏതൊരു മനുഷ്യനിലും ഭീതിയും അത്ഭുതവും ഒരുപോലെ നിറയ്ക്കുന്നതാണ്. ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ വിവരങ്ങൾ. വിമാനത്തിനുള്ളിൽ വളരെ തിളക്കമുള്ള അന്തരീക്ഷമായിരിക്കും. മുകളിൽ മേഘങ്ങളൊന്നും കാണില്ല. എന്നാൽ പെട്ടെന്ന് നിങ്ങളെ ലക്ഷ്യമാക്കിയ ഒരു അത്ഭുതകരമായ നിഴൽ വരും അത്രേ. അതൊരു വിചിത്രവും ഭയാനകവുമായ അന്തരീക്ഷമാണ്. സെക്കൻഡുകൾക്കുള്ളിൽ അന്തരീക്ഷ താപനില താഴേക്ക് പതിക്കുകയും ചുറ്റും ഇരുട്ട് വ്യാപിക്കുകയും ചെയ്യും. ഉപകരണങ്ങളിൽ നിന്ന് കൂടുതൽ വെളിച്ചം ആവശ്യമാണെന്ന് നിമിഷ നേരം കൊണ്ട് നിങ്ങൾക്ക് തോന്നും. കാരി ക്ലം പറയുന്ന വാക്കുകളാണിത്. പകൽ വെളിച്ചത്തിൽ നിന്ന് പെട്ടെന്ന് നിഴലിന്റെ ആഘാതത്തിലേക്ക് വീഴുന്ന ആ നിമിഷം ശാസ്ത്രജ്ഞർക്ക് കൗതുകം സമ്മാനിക്കും, ഉദ്വേഗവും സൃഷ്ടിക്കും. എന്തായാലും WB-57 വിമാനത്തിൽ 4 അത്യാധുനിക ക്യാമറകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഈ ദൗത്യത്തിലെ പ്രധാന നിരീക്ഷണ ഉപകരണങ്ങളായി വിലയിരുത്തുന്നത്. വ്യത്യസ്ത തരംഗ ദൈർഘ്യമുള്ള പ്രകാശത്തിൽ ഓരോ സെക്കൻഡിലും സൂര്യന്റെ 100 കണക്കിന് ചിത്രങ്ങൾ ഈ ക്യാമറകൾ പകർത്തിക്കൊണ്ടിരിക്കും. പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് മാത്രം ദൃശ്യമാകുന്ന പ്ലാസ്മയുടെ വലിയ വളയുന്ന റിബണുകളായ പ്രോമിനൻസ് നാനോ ഫ്ലെയറുകൾ എന്നറിയപ്പെടുന്ന ഭീമാകരമായ കാന്തിക സ്ഫോടനങ്ങൾ ചിത്രീകരിക്കുകയാണ് ഈ ഗവേഷണത്തിന്റെ പ്രധാന ലക്ഷ്യം. ഓരോ നാനോ ഫ്ലെയറും ആയിരക്കണക്കിന് ആറ്റം ബോംബുകൾ ഒരേ സമയം പൊട്ടിത്തെറിക്കുമ്പോൾ പുറത്തു വരുന്നതിന് തുല്യമായ അത്രയും വലിയ എനർജി പുറന്തള്ളും. സൂര്യന്റെ ഉപരിതല താപനില കേവലം 6000 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കുമ്പോൾ അതിന്റെ പുറം അന്തരീക്ഷമായ കൊറോണയുടെ താപനില 1,00,000 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലായി ഉയരുന്നതിന്റെ പിന്നിലെ നിഗൂഢത ഇന്നും ശാസ്ത്രലോകത്തിന് പൂർണ്ണമായും കണ്ടെത്താനായിട്ടില്ല. ഈ ഭീമമായ താപനില വ്യത്യാസത്തിന് കാരണം നാനോ ഫ്ലെയറുകളാണോ എന്ന് പരിശോധിക്കുകയാണ് നാസയിലെ ശാസ്ത്രജ്ഞർ. ഓഗസ്റ്റ് 12-ന്റെ ഈ പൂർണ്ണ സൂര്യഗ്രഹണം ഭൂമിശാസ്ത്രപരമായും ചരിത്രപരമായും ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് എന്ന് കൂടി പറഞ്ഞുകൊള്ളട്ടെ. ആർട്ടിക്, ഗ്രീൻലാൻഡ്, ഐസ്ലാൻഡ്, സ്പെയിൻ, പോർച്ചുഗൽ എന്നിവയുടെ ചില ഭാഗങ്ങളിൽ ഈ ഗ്രഹണം പൂർണ്ണമായും ദൃശ്യമാകും. 1999-ന് ശേഷം യൂറോപ്പിലെ പ്രധാന ഭൂപ്രദേശത്ത് നിന്ന് ദൃശ്യമാകുന്ന ആദ്യത്തെ പൂർണ്ണ സൂര്യഗ്രഹണമാണിത് എന്ന പ്രത്യേകതയുമുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.